യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അബിൻ വർക്കിയെ മാറ്റിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ കച്ചകെട്ടിയിരുന്ന അബിൻ വർക്കിയെ മാറ്റിയത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള തിരിച്ചടിയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുകയായിരുന്നു വി.ഡി. സതീശനും ടീമും. യൂത്ത് കോൺഗ്രസിൽ വലിയ സ്വാധീനമില്ലാത്ത ജനീഷിനെയാണ് അവർ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കി തീരുമാനിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ നിയന്ത്രണം ഇതോടെ രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നിന്ന് പോയി. ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉറച്ചു നിന്നവരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അവർ ഇപ്പോൾ സതീശൻ്റെ പക്ഷത്താണ്, പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് അതിന് രമേശ് ചെന്നിത്തല പണിയും കൊടുത്തു. രാഹുലിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ അതിനെ കത്തിച്ചത് രമേശ് ചെന്നിത്തലയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിരകാല അഭിലാഷമാണ്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ വെല്ലുവിളി ഉയർന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ റിമോട്ട് കൺട്രോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റ് പലതരത്തിലുള്ള ഭീഷണിയുമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ. കെ.സി. വേണുഗോപാലിൻ്റെ രംഗപ്രവേശമാണ്. കെ.സി. വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാകാൻ തരം നോക്കി ഇരിക്കുന്നു. ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് അറിവ്. എന്തായാലും കെ.സിയും ബി.ഡിയും ഈ രണ്ട് മഹാരഥന്മാരെ വെട്ടിമാറ്റി രമേശ് ചെന്നിത്തല മുന്നേറുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ റിമോട്ട് കൺട്രോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയത്. അബിൻ വർക്കി രമേശ് ചെന്നിത്തലയുടെ പെറ്റാണ്, രമേശിൻ്റെ വിശ്വസ്തനാണ്. യഥാർത്ഥത്തിൽ അബിൻ വർക്കിക്കാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അബിൻ വർക്കി നേടിയത് 1,75,000-ലേറെ വോട്ടുകളായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ പിന്നിലായെങ്കിലും അബിൻ വർക്കി നല്ല വോട്ട് പിടിച്ചു. പക്ഷേ ഇത്തവണ സ്വാഭാവികമായും അബിൻ വർക്കി തന്നെയായിരുന്നു അധ്യക്ഷനാകേണ്ടത്. പക്ഷേ അബിൻ വർക്കി അധ്യക്ഷനായാൽ യൂത്ത് കോൺഗ്രസിൻ്റെ കൺട്രോൾ രമേശ് ചെന്നിത്തലയുടെ കയ്യിലാകുമെന്ന് കണ്ട സതീശൻ ടീം നന്നായി കളിക്കുകയും മണ്ണും ചാരി നിന്ന ജനീഷിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്നത് പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് വലിയ തിരിച്ചടിയാണ്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പദത്തിലേക്ക് ചുവടുവയ്ക്കുന്ന സന്ദർഭത്തിൽ. രമേശിന് ഒരുപാട് മോഹങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു. പക്ഷേ മറ്റ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോട് സഹകരിച്ചില്ല. പല അഴിമതി കേസുകളും അദ്ദേഹം കൊണ്ടുവന്നു. ഉറങ്ങാതെ ഇരുന്ന് പിണറായി വിജയൻ്റെ അഴിമതി കേസുകൾ കൊണ്ടുവരാൻ അദ്ദേഹം തത്രപ്പെട്ടു. സ്പ്ലിൻഡർ അഴിമതി അടക്കമുള്ള പല സംഭവങ്ങളും അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കാൻ ആരുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നതിനോട് യോജിക്കുന്ന ഒരുപാട് പേരുണ്ട്. കെ മുരളീധരനും മറ്റും ഇതിനോട് യോജിക്കുന്ന നേതാക്കളാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയെ ഹരിപ്പാട് അടുത്ത തവണ അട്ടിമറിക്കാനുള്ള നീക്കം സജീവമായി നടക്കുന്നു. ഹരിപ്പാട് കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിലാണ് രമേശ് ചെന്നിത്തല ജയിച്ചത്. ആലപ്പുഴയിൽ നിന്ന് ജയിച്ച ഏക കോൺഗ്രസ് സ്ഥാനാർത്ഥിയും രമേശ് ചെന്നിത്തല തന്നെയാണ്. പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ രമേശിനെ ഹരിപ്പാട് നിർത്തി അട്ടിമറിക്കാനുള്ള നീക്കം കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു. വി.ഡി. സതീശൻ വളരെ കൃത്യമായി ആ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നു. രമേശ് ചെന്നിത്തല ഹരിപ്പാട് തോൽക്കേണ്ടത് കെ.സി. വേണുഗോപാലിൻ്റെയും ആവശ്യമാണ്. അതിബുദ്ധിമാനായ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് തിരിച്ചറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കുകയും അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി നിൽക്കുകയും ചെയ്യുന്നു. എങ്കിലും ഒരു അട്ടിമറി പണ്ട് മാരാരിക്കുളത്ത് വി.എസ്. അച്യുതാനന്ദന് ഉണ്ടായ പോലെ ഒരു അട്ടിമറി രമേശ് ചെന്നിത്തല പ്രതീക്ഷിക്കുന്നു. ഹരിപ്പാട് സേഫല്ല എന്ന രമേശ് ചെന്നിത്തല തിരിച്ചറിയുന്ന സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ സേഫായ ഒരു മണ്ഡലം നോക്കി രമേശ് ചെന്നിത്തല മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം 2026 UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയായി വരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയൊരു ചാൻസ് ഇല്ല. കേരള ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള ഏക
മാർഗമാണ് 2026 തെരഞ്ഞെടുപ്പും UDFിൻ്റെ സ്ഥാനാരോഹണവും. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല നന്നായി നല്ല മെയ്വഴക്കത്തോടെ കളിച്ച് തുടങ്ങിയിരിക്കുന്നു. വി ഡി സതീശനെ തറപറ്റിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ കളം നിറഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം അസ്വസ്ഥനാണ്. മാത്രമല്ല ഹരിപ്പാട് ഒരു അട്ടിമറി അദ്ദേഹം ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല മണ്ഡലം മാറാനുള്ള സാധ്യത വളരെ കൂടുന്നു.